ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചോക്ലേറ്റ് ട്രഫിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു കേക്ക് ഞാൻ സെയിൽ ചെയ്യുന്ന കേക്കുകളുടെ കൂട്ടത്തിലുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് സെയിലാവുന്നത് ഈ ഒരു കേക്കാണ്. അപ്പോൾ കൊടുത്തതിൽ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ടേസ്റ്റ് ഈ കേക്കിൻ്റെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി അതിനെ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടി 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഒരു കപ്പ് അളവ് പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ കപ്പിലോട്ട് നമുക്ക് മൈദ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു സ്പൂണിലോട്ട് മൈദ എടുത്ത് ഇതേപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുഴുവനായിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള ആ കുഞ്ഞു കൂടിയിട്ടുള്ള മൈദ ഇങ്ങനെ ഇതേപോലെ ഒന്ന് വടിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാനിതിവിടെ വടിച്ച് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം കൂടെ നന്നായിട്ട് നിന്നിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാനിതിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ ഇത് 3 വട്ടമായിട്ട് അരിച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ 3 വട്ടമായിട്ട് അരിച്ചെടുത്താലും മതി. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലോട്ട് വേണ്ട മുട്ട എടുക്കണം. അപ്പോൾ 4 മുട്ട എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ വനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ 1/2 കപ്പും 1 ടേബിൾ സ്പൂണും പഞ്ചസാരയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. അത് ഈ മുട്ടയുടെ മിക്സിലോട്ടിട്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ മുട്ട ചെറുതായിട്ടൊന്ന് പതഞ്ഞ് വരുന്ന സമയത്താണ് നമ്മൾ ഈ പൊടിച്ചെടുത്ത പഞ്ചസാര ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ എടുത്തിട്ടുള്ള അളവെല്ലാം 1 kg കേക്കിൻ്റെ അളവാണ്. അപ്പോൾ 1 kgക്കുള്ള ഇൻഗ്രീഡിയൻസാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് അളവ് കൂട്ടണമെങ്കിൽ അളവ് കൂട്ടിയിട്ട് 2 kg ഒക്കെ ആക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ മുട്ട ഇവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല ക്രീം പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ബട്ടർ ഉണ്ടെങ്കിൽ അത് മെൽറ്റ് ചെയ്ത് ഒന്ന് തണുത്തതിന് ശേഷം ഒഴിച്ച് കൊടുത്താലും മതി. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ മുട്ടയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല, ബീറ്റർ മാറ്റാം. ഇനി നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിരിക്കുന്ന കൊക്കോ പൗഡർ മൈദയാലുള്ള മിക്സ് ഇതിലോട്ടിട്ട് 3 വട്ടമായിട്ട് സാവധാനം ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് വീഡിയോ ഒന്ന് ഫാസ്റ്റ് ആക്കിയെന്നേ ഉള്ളൂ. ഞാൻ സാവധാനമാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1 kg ടിന്നിലോട്ട് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അടിയിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിലോട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക, എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുന്നത് ഓവനിലാണ്. അപ്പോൾ 180 ഡിഗ്രി സെൽഷ്യസിൽ 25 മിനിറ്റ് വെച്ചതാണിത്. അപ്പോൾ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്താൽ വെച്ചതിന് ശേഷമാണ് ഞാനിപ്പോൾ ടിന്നതിലോട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഓവൻ അല്ലാതെയും ഈ കേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓവൻ ഇല്ലെങ്കിൽ ആ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക, സെയിം ബാറ്റർ തന്നെ. ഇനി നമുക്ക് ഈ കേക്ക് വേവുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാരയിലോട്ട് 1 കപ്പ് വെള്ളം എടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം അതിലോട്ട് 1/2 ടീസ്പൂൺ കോഫി പൗഡറും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തതാണിത്. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മളെ കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാറ്റർ പേപ്പറൊക്കെ ഞാൻ ഇത് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റുള്ള കേക്ക് തന്നെയാണിത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓവൻ ഇല്ലെങ്കിൽ ഓവൻ ഇല്ലാത്ത രീതിയിൽ ചെയ്യാം. പാനിൽ വെച്ചിട്ട് മിഡിൽ ചെമ്പിലൊക്കെ വെച്ചിട്ടുള്ള റെസിപ്പി ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതേപോലെ 3 ലെയറാക്കി ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. ആ ലെയറിൻ്റെ കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ ലെങ്ത്ത് കൂടണ്ട വിചാരിച്ചിട്ടാണ് അതൊന്നും കാണിക്കാത്തത്. നമുക്ക് കേക്കിനേക്കുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ബീറ്റ് ചെയ്ത് നല്ല സ്റ്റിഫായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിത് നേരത്തെ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതിൻ്റെ ചോക്ലേറ്റിൻ്റെ മുകളിൽ ഒഴിക്കുന്ന ഗനാഷ് ഇതും കൂടെ ഒരുമിച്ച് തന്നെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് പിന്നെയാണ് ചെയ്തത്. ഇതെൻ്റെ അടുത്ത് സ്റ്റോക്കുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പി ഇപ്പോൾ ഇതിൻ്റെ വീഡിയോൻ്റെ കൂടെ തന്നെ ഇടുന്നുണ്ട്. നമുക്ക് കേക്ക് ബോർഡ് എടുക്കുക. അതിലോട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുത്തതിന് ശേഷം ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. അത് നമ്മൾ ചേർത്ത് വെച്ചിട്ടുള്ള കോഫി മിക്സിൻ്റെ ഷുഗർ സിറപ്പ് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിലൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ വിപ്പിംഗ് ക്രീമിൻ്റെ കട്ടിയൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക.
ഫസ്റ്റ് ലെയറിൽ വിപ്പിംഗ് ക്രീം നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ടായിട്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് ബദാമും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സെക്കൻഡ് ലെയറും വെച്ച് ഷുഗർ സിറപ്പൊക്കെ വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് ലെയർ ചെയ്ത പോലെ തന്നെ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ബദാമും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റിലത്തെ ലെയറും വെച്ച് അതിൻ്റെ മുകളിലോ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഷുഗർ സിറപ്പ് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ മുകളിലുമായിട്ട് ഒരു ലെയർ ക്രീം ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു ക്രീം എത്തുന്ന രീതിയിൽ സ്പാച്ചില കൊണ്ടോ അല്ലെങ്കിൽ കത്തി കൊണ്ടോ എല്ലാ ഭാഗത്തും ഇതേപോലെ ഒന്ന് ക്രീം തേച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തും ക്രീം സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതേപോലുള്ള കാർഡ് വെച്ച് നമുക്ക് മുകൾ ഭാഗവും അതിൻ്റെ സൈഡ് ഭാഗവും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഒരു കറക്റ്റ് ഫിനിഷിൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഇതൊക്കെ വിശദമായിട്ടൊന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് മുന്നത്തെ വീഡിയോ ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു കാർഡിൻ്റെ മുകളിലുള്ള ആ ക്രീമൊക്കെ ഞാൻ ഒന്നും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നതാണിത്. അപ്പോൾ ഇതാ നമ്മൾ ഐസിങ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് വെക്കുക. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാനിതിലോട്ട് 1/4 കപ്പ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും അതിലോട്ടൊരു 1/4 കപ്പോളം വിപ്പിംഗ് ക്രീമും പിന്നെ ഒരു ചെറിയൊരു ഈ ഒരു സൈസിലുള്ള ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വിപ്പിംഗ് ക്രീം ചെറുതായിട്ടൊന്ന് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ചൂടായാൽ മതി. അപ്പോഴേക്കും നമ്മളെ ചോക്ലേറ്റും ബട്ടറും ഒക്കെ നന്നായിട്ട് തന്നെ അലിഞ്ഞ് വരും. അപ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ വിപ്പിംഗ് ക്രീം ഒന്ന് ചൂടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതൊന്ന് അലിഞ്ഞ് വരുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഇല്ലെങ്കിലും ഡബിൾ ബോയിലിംഗ് മെത്തേഡും കൂടെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ഞാൻ ചോക്ലേറ്റിൻ്റെ ഒരു കേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുന്നേ, അതിലും അങ്ങനെ ചെയ്യുന്നുണ്ട്. മണിക്കൂറിന് ശേഷം കേക്ക് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രാപ്പർ വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊന്ന് ചെറിയൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന പോലെ ഇങ്ങനെ നാക്കി എടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഗനാശ എടുക്കുക. അതെടുത്ത് ഒന്ന് അരിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ കസ്റ്റമർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് വേണം നമ്മൾ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കസ്റ്റമർ ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്തിട്ടാണ് വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ഇത് ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഗനാശ ചെയ്യുന്നത് ചോക്ലേറ്റ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം സൈഡിലുള്ള അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വെക്കുക. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള നോസിൽസ് വെച്ചിട്ട് നമ്മൾ നേരത്തെ വിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം അതിൽ നോസിൽസ് ഐസിങ് ബാഗിലോട്ട് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള മോഡലൊന്ന് വരച്ചു കൊടുക്കും. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ഈ രീതിയിലും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു കേക്ക് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ തലേ ദിവസം രാത്രിയല്ല ഐസിങ് ചെയ്ത് വെച്ചതിന് ശേഷം രാവിലെ ഗനാശൊക്കെ ഉണ്ടാക്കി ഇതിൻ്റെ മുകൾ ഭാഗത്ത് വയ്ക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് തന്നെ ഉണ്ടാവും നമ്മളെ കേക്കിന്. അപ്പോൾ ഞാനിപ്പോൾ ഓർഡറൊക്കെ ആണെങ്കിൽ അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ രാത്രി എല്ലാം ചെയ്ത് വെച്ച് രാവിലെ ഈ ഗനാശ് വയ്ക്കേണ്ട ഒരു ജോലിയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിലൊന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണാം.